Dear friends, welcome to Math 7. So, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ definite integralന്റെ ഒരു പ്രോബ്ലം ആണ് സോൾവ് ചെയ്യാൻ പോകുന്നത്. Let's see what the question is. Okay. So, ഇതാണ് നമ്മുടെ പ്രോബ്ലം. Integral 0 to 1 tan inverse x dx divided by 1 plus x square. Tan inverse x ഉം 1 by 1 plus x square ഉം തമ്മിൽ ഒരു വലിയൊരു ബന്ധമുണ്ട്. എന്താണത്? tan inverse x ന്റെ ഡെറിവേറ്റീവ് ആണ് 1 plus x square. അങ്ങനത്തെ അവസരങ്ങളിൽ അതായത് ഒന്നിന്റെ ഡെറിവേറ്റീവ് ആയിട്ട് കൂടെയുള്ള ടേം വരുമ്പോഴത്തേക്ക് നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഏത് ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് ആണോ ഉള്ളത് ആ ഫംഗ്ഷന് നമ്മൾ ഒരു വേരിയബിൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ടി എന്നോ ഇസഡ് എന്നോ അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇവിടെ tan inverse x ഡെറിവേറ്റീവ് ആണ് 1 by 1 plus x square. അത് കൂടെയുണ്ട്. അതുകൊണ്ട് നമുക്ക് ഒരു കാര്യം ചെയ്യാം. ആദ്യമേ തന്നെ let tan inverse x equal to t എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എന്നിട്ട് അതിന്റെ ഡെറിവേറ്റീവ് എടുക്കുക വിത്ത് റെസ്പെക്ട് ടു ടി. ഓക്കെ, സോ tan inverse x ഡെറിവേറ്റീവ് എന്താണ്? നമുക്കറിയാം 1 by 1 plus x square ആണ്. ഓക്കെ, now what is derivative of x? dx. What is derivative of t? dt. Right? So നമുക്ക് കിട്ടിയത് dx by 1 plus x square is equal to dt എന്ന് കിട്ടി. ഇനി ഇവിടെ സെർച്ച് നോക്കുക, എന്താണ് ഈ dx by 1 plus x square? അത് ഒരുമിച്ചുള്ള ടേം അല്ലേ? അത് നമുക്ക് dt എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റുമല്ലോ. tan inverse x എന്താണ്? t ആണ്, റൈറ്റ്? സോ ദിസ് ബിക്കംസ് ഇന്റഗ്രൽ t dt. കറക്റ്റ്? ഇനി നമ്മൾ ഈ ലിമിറ്റ്സ് മാറ്റണം. കാരണം ഇവിടുത്തെ ലിമിറ്റ്സ് x ന്റെ ലിമിറ്റ്സ് ആണ്. നമ്മളിപ്പോൾ ലിമിറ്റ് എന്ത് മാറ്റി? വേരിയബിൾ എന്ത് മാറ്റി? t ആയിട്ട് മാറ്റി. അപ്പോൾ x ന്റെ ലിമിറ്റ്സ് ആണ് 0 to 1. t എങ്ങനെ മാറും എന്ന് നമുക്ക് നോക്കാം, റൈറ്റ്? സോ x 0 ആകുമ്പോൾ t എന്താവും? t equal to tan inverse 0 എന്ന് വരും, which is 0, right? അപ്പോൾ ബോട്ടം 0 തന്നെയാണ്, ലോവർ ലിമിറ്റ് 0 തന്നെയാണ്. Now അപ്പർ ലിമിറ്റ് 1 ആണ്, അതായത് x 1 ആണ്. അപ്പോൾ x 1 ആകുമ്പോൾ t എന്താവും? tan inverse 1 എന്ന് വരും. tan inverse 1 is pi by 4. കാരണം എന്താണ്? tan pi by 4 ആണ് 1, right? So we get t is equal to pi by 4. എപ്പോഴാണ്? when x is equal to 1, right? So x equal to 0 ആകുമ്പോഴത്തേക്ക് that implies t is equal to 0. അതുപോലെ അപ്പർ ലിമിറ്റ് x equal to 1 ആകുമ്പോഴത്തേക്ക് that implies t is equal to pi by 4. അപ്പോൾ നമ്മുടെ പുതിയ ലിമിറ്റ്സ് എന്ന് പറയുന്നത് 0 to pi by 4 ആണ്, കാരണം t ആണ് വേരിയബിൾ. ഇനി നമുക്ക് t dt ഇന്റഗ്രേറ്റ് ചെയ്യണം. വാട്ട് ഈസ് ഇന്റഗ്രൽ ഓഫ് t? ഇറ്റ് ഈസ് t സ്ക്വയർ ബൈ 2, റൈറ്റ്? ലിമിറ്റ് എത്രയാണ്? 0 to pi by 4. Now ആദ്യം അപ്പർ ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ t ക്ക് പകരം pi by 4 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് we get pi by 4 the whole square, which is pi by 16, pi square by 16 divided by 2. That means 16 and 2 multiply ചെയ്യാം, രണ്ടും ഡിനോമിനേറ്റർ ആണല്ലോ. സോ 16 into 2 is 32 minus ലോവർ ലിമിറ്റ് 0 ആണ്. 0 സ്ക്വയർ എത്രയാണ്? 0 ആണ്. അപ്പോൾ അത് എഴുതേണ്ട കാര്യമില്ല. സോ the answer is pi square by 32. ക്ലിയർ അല്ലേ? സോ ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം tan inverse x by 1 plus x square ആയിരുന്നു നമ്മുടെ given ഫംഗ്ഷൻ. അത് കണ്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കണം നമ്മൾ എന്താണ്? tan inverse x ന്റെ ഡെറിവേറ്റീവ് ആണ് 1 by 1 plus x square. അതുകൊണ്ട് ആദ്യമേ തന്നെ tan inverse x ന് t സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഡെറിവേറ്റീവ് എടുക്കുക. സോ we get 1 by 1 plus x square dx equal to dt. സോ dx by 1 plus x square എന്തായിട്ട് മാറി? dt ആയിട്ട് മാറി. tan inverse x t ആണ്. സോ ഇന്റഗ്രൽ t dt ആയി. ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോഴത്തേക്ക് x 0 ആയപ്പോഴത്തേക്ക് t 0 ആണ്, x 1 ആയപ്പോഴത്തേക്ക് t pi by 4 ആണ്. സോ ദ ന്യൂ ലിമിറ്റ്സ് ഈസ് ലോവർ ലിമിറ്റ് 0, അപ്പർ ലിമിറ്റ് pi by 4. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്തു, ആൻസർ കണ്ടുപിടിച്ചു.